പിടിച്ച് ഞാനവൻ എന്നെ കെട്ടി, കൊടുത്ത് ഞാനവൻ എനിക്ക് രണ്ട് എന്ന് പറയുന്ന ഒരു ഈരടി പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അതിപ്പോൾ കാണേണ്ടി വന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജില്ലയിൽ, എൻ്റെ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് ഒരു പെന്തക്കോസ് സഭാവിശ്വാസിയുടെ വീടിൻ്റെ മതിലിൽ കുറിച്ചു വച്ചിരുന്ന ബൈബിൾ വചനത്തിലെ വിഗ്രഹാരാധികൾ എന്ന് പറയുന്ന വാക്കിനെതിരെ BJPയുടെ പഞ്ചായത്ത് മെമ്പർ വിജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം രംഗത്തെത്തി വലിയ കശപിശയും ബഹളവും ഉണ്ടാക്കി. ഒടുവിൽ അത് നീക്കം ചെയ്യത്തില്ലെന്ന് വീട്ടുകാരും, അങ്ങനെയാണെങ്കിൽ നീക്കം ചെയ്യുമെന്ന് സമരക്കാരും, ഒടുവിൽ ഞങ്ങളായി ചെയ്യൂല നിങ്ങളായി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞൊരു ഒത്തുതീർപ്പുണ്ടാക്കി വിഗ്രഹാരാധികൾ സ്പ്രേ പെയിൻ്റ് അടിച്ച് മറച്ചു എന്നാണ് കാണുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് 2-3 കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ നാട്ടിൽ രൂപപ്പെട്ടു വരുന്ന ഒരു കാലാവസ്ഥയുടെ ചിത്രം, അത് എന്നെ ബാധിക്കില്ല, നിന്നെ മാത്രമേ ബാധിക്കുള്ളൂ. ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. ഇവരെന്നെ തേടി വരുന്നവരല്ല, മറ്റോമാരെ തേടി വരുന്നവരാണ്. കാക്കാമാർക്കും കോയാമാർക്കുമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നോർത്ത് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കരിക്കും വെള്ളവും കൊടുത്തിരിക്കുമ്പോൾ, ആ കരിക്കും വെള്ളം കുടിച്ചിട്ട് ആ കരിക്കിൻ്റെ ബാക്കിയുള്ള തേങ്ങ ഉണ്ടല്ലോ, തൊണ്ടുൾപ്പെടെയുള്ള സംഗതി എടുത്ത് കൊടുത്തവൻ്റെ തലയ്ക്ക് അടിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി പോലും ഇത് കേട്ടപ്പോൾ തോന്നി. എനിക്ക് തോന്നുന്നത് ഈ പെന്തക്കോസ് വിഭാഗത്തിലാണ് കുറേ പാസ്റ്റർമാർ ആദ്യമായി രംഗത്തിറങ്ങി ഈ ഇസ്ലാമോഫോബിയ ആഞ്ഞ് കത്തിച്ചത്. അത് കത്തിക്കാൻ സവിശേഷമായ സാഹചര്യമൊന്നും കേരളത്തിലില്ലെന്ന് ഏത് പിഞ്ചു കുഞ്ഞിനും അറിയാം. ഇവിടെ പ്രത്യേകിച്ച് എന്താ, ഇവിടെ ഒന്നും പെട്ടെന്ന് ഇപ്പോൾ രൂപം കൊണ്ട ഒരു സാഹചര്യവും ഇല്ല. എന്തെങ്കിലും പരസ്പരം 2 കമ്മ്യൂണിറ്റി തമ്മിൽ കൊലപാതകമോ അല്ലെങ്കിൽ അത്തരം കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരല്ലെങ്കിൽ തന്നെ ഇല്ല ഊത്താമ്പട്ടി കച്ചവടം പോലെ വിറ്റുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് സീസൺ വരുമ്പോൾ അതങ്ങ് താഴെ വെച്ചിട്ട് കപ്പലിൻ്റെ കച്ചവടം തുടങ്ങുന്നത് പോലെ അവർ വളരെ പെട്ടെന്ന് ഇത് കത്തിക്കുകയായിരുന്നു. ഇപ്പോൾ കത്തിച്ച് എവിടാ ചെന്ന് കൊള്ളുന്നത്? വെച്ച വെടി സ്വന്തം മൂട്ടിക്കൊള്ളുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഏതായാലും അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ മതിലിൽ എഴുതുകയും ഭിത്തിക്ക് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങ് വല്ലാണ്ട് വല്ലോൻ്റെ ചെലവിൽ കയറി പറയുന്നത് എന്തിനാ? അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും എല്ലാം. അപ്പോൾ അതിനകത്തുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, വേറൊരാളുടെ ചെലവിൽ എന്തിനാണ് നമ്മൾ ഒരു മതത്തെ പ്രചരിപ്പിക്കുന്നത്? ഇസ്ലാം മതത്തിൻ്റെ ഗുണങ്ങൾ പറയണം, ക്രൈസ്തവ മതത്തിൻ്റെ ഗുണം പറയണം, ഹിന്ദു മതത്തിൻ്റെ ഗുണം പറയണം. അതിന് മറ്റവനെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല. ഇനി അഥവാ ആരുടെയെങ്കിലും ഗ്രന്ഥങ്ങളിൽ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അധർമ്മികളെ അല്ലെങ്കിൽ വഴിപിഴച്ചവരെ അല്ലെങ്കിൽ വഴികേടിലായവരെ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ പരാമർശം വരാം ഗ്രന്ഥങ്ങളിൽ. അത്തരം സംഗതികൾ വളരെ പബ്ലിക്കാക്കി ബോർഡിൽ എഴുതി വെച്ച് LED സ്ക്രീനിൽ കാണിക്കേണ്ടതല്ലല്ലോ. അങ്ങനെ ഒരുത്തനെ കാണിക്കുമ്പോൾ എന്തോ സുഖം കിട്ടാനാ? ഇപ്പോൾ ചില നാട്ടിലൊക്കെ ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങളുടെ നാടിലൊക്കെ നടന്നിരുന്നു. പണ്ട് 2 അയൽക്കാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അപ്പുറത്തെ വീട്ടുകാരിയുടെ പേര് സീനത്തെന്നാണ്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ വീട്ടിലെ പട്ടിക്ക് സീനത്തെന്ന് പേരിട്ടിട്ട് രാവിലെ ആകുമ്പോൾ സീനത്ത് പട്ടി എന്ന് വിളിക്കുന്നതുകൊണ്ട് എന്താ ആശ്വാസം കിട്ടാനാ? എല്ലാവർക്കും അറിയാം ഈ രോഗം എന്തുവാണെന്ന്. അപ്പോൾ അത്തരം രോഗങ്ങൾ ഉണ്ടാകാതിരിക്കലാണ് അത് നല്ലത്. അതതിൻ്റെ രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ് ഈ BJPക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഈ നടന്നു വരുന്ന നമ്മുടെ സംസ്ഥാനത്ത് പണ്ട് കാലം മുതൽ നിലനിൽക്കുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. ആ സംഗതികളിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും എന്തെങ്കിലും റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് വളരെ വികാരമുണ്ടാക്കി ആളെ കൂട്ടി കത്തിച്ചു വിട്ട് വലിയ ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കി അല്ല അത് പരിഹരിക്കേണ്ടത്. അത് വ്യവസ്ഥാപിതമായ രീതിയിൽ അവരെ വീട്ടിൽ പറയുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് അവരെ വിളിപ്പിക്കുകയോ ഈ കാര്യങ്ങൾ പറയുന്നതിന് പകരം സമരമൊക്കെ കൊണ്ടുവന്ന് അവിടെ ചെന്ന് കാണിച്ചാൽ ഈ നടത്താൻ പോകുന്ന വിജയകുമാർ സാറും അല്ലെങ്കിൽ ബാക്കിയുള്ള കൂടെ പോകുന്ന സാറന്മാരും ഒക്കെ അറിയേണ്ടതൊരു കാര്യം, ഈ നാട്ടിലും ഈ സമൂഹത്തിലുമൊക്കെ പരസ്പരം സഹകരിച്ചാണ് നാളെയും ജീവിക്കേണ്ടത്. അങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നോ ഇല്ലാതാക്കിയോ ശത്രുവാക്കിയോ വേറൊരു സമൂഹത്തിന് മാത്രം എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനും ഒരു പക്വതയും പാകതയും ഒരു കൈകാര്യം ചെയ്യലുമൊക്കെ വേണം. നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാലും എങ്ങനെ നമ്മൾ പരിഹരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ 5 മക്കളുണ്ട്, 5 സ്വഭാവക്കാരാണ്. ഒരാളിനൊരു സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് പരിഹരിക്കുന്നത്? അതിൻ്റേതായ ഒരു രീതിയുണ്ടല്ലോ. അപ്പോൾ ആ രീതി സൂക്ഷിക്കുന്നതാണ് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് നല്ലത്. ഈ 3 പോയിൻറ്റും പ്രസക്തമാണ്. 1, കൊടുത്തു വാങ്ങിയത്, പ്രോത്സാഹിപ്പിച്ച് കിട്ടിയത്. 2, വേറൊരുത്തൻ്റെ ചിലവിൽ അവനെ എന്തെങ്കിലും പരിഹസിക്കുന്ന പോലെ ഒരു സാധനം എഴുതി വെക്കാതിരിക്കില്ല.
3, അങ്ങനെ ഏതെങ്കിലും ഒരുത്തിന് എഴുതി വെച്ചാൽ അത് മര്യാദയ്ക്ക് പരിഹരിക്കേണ്ടതിന് പകരം വലിയ മസിൽ പവറും ബലവുമൊക്കെ കാണിക്കാതിരിക്കുക എന്നത്.